മറഞ്ഞ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത്. മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നമസ്കാരം എന്താണ്, അതിനെ സംബന്ധിച്ചുള്ള വീക്ഷണം എന്ന് പലവരും നമ്മൾ വിശദീകരിച്ചതാണ്. ചുരുക്കി പറയുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരിടത്ത് വെച്ച് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ജനാസക്ക് വേണ്ടി, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ അങ്ങ് ദൂരെ നജാശി എന്ന് പറയുന്ന രാജാവ് മരണപ്പെടുകയുണ്ടായി. ആ സ്ഥലത്ത് മുസ്ലിമീങ്ങളായി ആ ഫർള് കിഫായ നിർവഹിക്കാവുന്ന ആളുകളില്ലാത്തൊരു പ്രദേശത്ത് ആ രാജാവിന്റെ മരണം നടന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അത് സംബന്ധമായി വഹയി വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അറിവ് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടിക്കൊണ്ട് ആ നജാശി രാജാവിന് വേണ്ടി നമസ്കരിക്കുന്നു. അത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലില്ലാത്ത ജനാസക്ക് വേണ്ടി നമസ്കരിച്ച ഏക സംഭവം. എന്നാൽ ആ സംഭവം തന്നെ തെളിവാക്കിക്കൊണ്ട് അങ്ങനെ മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ഉണ്ട്. പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അങ്ങനെ ജനാസ നമസ്കാരം നബി മറഞ്ഞ നിലക്ക് നിസ്കരിച്ചല്ലോ, അതുകൊണ്ട് നമുക്കും അങ്ങനെ ചെയ്യാം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാർ പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഈ ഒരു ജനാസക്ക് മാത്രമായി നിസ്കരിക്കാൻ പ്രത്യേകം കാരണമുണ്ടായിരുന്നു. അതല്ലാതെ എല്ലാ മറഞ്ഞ ജനാസക്ക് വേണ്ടിയും അവിടുന്ന് നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സംഭവം തന്നെ അവർ തെളിവാക്കുന്നു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല എന്ന്. മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെളിവുകളുമായി കൂടുതൽ യോജിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഒരിടത്ത് വെച്ച് ജനാസ നിസ്കാരം നടന്നൊരു മയ്യത്തിന് മറഞ്ഞ നിലക്ക് അവിടുന്ന് നമസ്കരിച്ചിട്ടില്ല എന്ന അഭിപ്രായത്തിനാണ് പല പണ്ഡിതന്മാരും മുൻതൂക്കം നൽകുന്നത്. മറ്റേ അഭിപ്രായവും പണ്ഡിത ലോകത്തുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മറഞ്ഞ നിലക്ക് നമസ്കരിച്ച മറ്റൊരു രംഗം ഏതാണ്? അവിടുന്ന് ജീവിച്ചിരിക്കുന്ന, അവിടുന്ന് മദീനയിൽ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ തന്നെ, മദീനയുടെ തൊട്ടപ്പുറത്ത് കുറച്ച് മദീനയിൽ വെച്ച് തന്നെ മഹദിയായ ഒരു സഹോദരി പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്ന ഒരു മഹദി ഉണ്ടായിരുന്നു. മദീന മസ്ജിദ് എപ്പോഴും അവരാണ് ക്ലീൻ ചെയ്യാറുള്ളത്. ആ സഹോദരിയെ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ല. സഹാബിമാരോട് ചോദിച്ചു, അവരിന്ന് എവിടെ പോയി? അവരിന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബിമാര് പറഞ്ഞു, അവർ ഇന്നലെ രാത്രി മരണപ്പെട്ടു നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ നേരത്തെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് പ്രവാചകനോട് പറയുകയോ അറിയിക്കുകയോ ചെയ്യാതെ സംസ്കരണ ചടങ്ങുകൾ അവർ നിർവഹിച്ച് കൊണ്ടുപോയി ഖബറടക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ വിഷയത്തിൽ അവരോട് ഒരു വിയോജിപ്പാണ് തോന്നിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വിവരം പറഞ്ഞില്ല? ഈ സംഭവം പലവരും നിങ്ങൾ കേട്ടുകഴിഞ്ഞ് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ ഏതായാലും എന്നെ അറിയിച്ചില്ലല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി ദുല്ലൂനി അലാ ഖബരിഹാ, ആ സഹോദരിയുടെ ഖബർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. എവിടെയാണ് അവരെ ഖബറടക്കിയത് എന്ന് കാണിച്ചു കൊടുക്കാൻ നബി തങ്ങൾ ആവശ്യപ്പെടുന്നു. സ്വഹാബത്തദാ പുതുമണ്ണുള്ള ഖബർ കാണിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ആ സഹോദരിക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുന്നു. ഇതാണ് അവിടുത്തെ രണ്ടാമത്തെ സംഭവം. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ മരണപ്പെട്ട നേരത്ത് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എത്തിയപ്പോഴേക്ക് ജനാസ ഖബറടക്കിയിരുന്നു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എത്തിയത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഖബറിങ്ങിൽ നിന്നുകൊണ്ട് ആ ജനാസക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കാം എന്ന അഭിപ്രായം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു സംഭവമാണ് മറഞ്ഞ മയ്യത്ത്, അതല്ല കാണാൻ തന്റെ മുമ്പിലില്ലാത്ത ഒരു മയ്യത്ത് എന്ന നിലക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അപ്പോ പ്രവാചകന്റെ ചരിത്രത്തിലോ സഹാബത്തിന്റെ ചരിത്രത്തിലോ ഒന്നും, സഹാബിമാരൊക്കെ പല ദൂര സ്ഥലങ്ങളിലും മരിച്ചവരുണ്ട്, വഫാത്തായവരുണ്ട്, നേതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ജനാസ നമസ്കാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സ്വഹാബത്തോ ഒന്നും നിർവഹിച്ചതായി ചരിത്രത്തിൽ സ്വീകാര്യയോഗ്യമായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ട് മുതലേ നിലവിലുണ്ട് എന്നും കൂടി ഈ വിഷയത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.